ക്രൈസ്തല എല്ലാ പ്രാവശ്യവും അമ്മയും ഞങ്ങളും മക്കളുമാണ് നിങ്ങളുടെ മുന്നിൽ വരാറ്. അപ്പൊ ചിലർക്ക് ഫാദറിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഇന്നേക്കൊരു 11 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഫാദറിന് 70 വയസ്സുള്ള സമയത്ത് കാറ്ററാക്ട് സർജറി ആവശ്യമായിട്ട് വന്നു. അപ്പൊ അതിന് ആസ് യൂഷ്വൽ കുറെ ചെക്കപ്പുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തനായ കാർഡിയോളജി സീനിയർ കൺസൾട്ടന്റ് എന്നെ കാണിച്ചു. കുറെ ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് ആ കാർഡിയോളജി സർജൻ ഞങ്ങളുടെ ഫാദറിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് അടിപൊളി ഹാർട്ട്. 70 വയസ്സിലും ഞങ്ങൾക്ക് അതിശയോക്തിയൊന്നും അല്ല, അങ്ങനെയായിരുന്നു. പയറുപോലെ നടക്കുന്നതായിരുന്നു, ഭയങ്കര ചുറുചുറുക്കുള്ളതായിരുന്നു. അങ്ങനെ കാറ്ററാക്ട് സർജറി എല്ലാം കഴിഞ്ഞ് ഒരു 5-6 മാസം ഒക്കെ ആയപ്പോൾ ഒരു ദിവസം രാത്രി എനിക്ക് തോന്നി, ഒരു 9:30-10 മണി രാത്രിയാണ് മിക്കവാറും പാരന്റ്സിന്റെ അടുത്ത് പോകാൻ സമയം കിട്ടുന്നത്. അപ്പൊ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പം പാരന്റ്സിന്റെ അടുത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു. ഞങ്ങൾ വരുന്നെന്നൊക്കെ പറഞ്ഞു. ഏട്ടാ ഒരു പകുതി വഴി എത്തി, 6 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അവരുടെ അടുത്തോട്ട് പോകാന്. പകുതി വഴി എത്തിയപ്പോ അമ്മ വിളിച്ചു ചോദിച്ചു, മക്കളെ നിങ്ങൾ എവിടെ എത്തി? അത് പപ്പയ്ക്ക് ഒരു വല്ലായ്മ, ഒരു വെപ്രാളം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ എളുപ്പം അവിടെ പോയപ്പോ ഇങ്ങനെ കിടക്കുകയാണ് കട്ടിലിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചേർന്നിരുത്തിട്ട് ചോദിച്ചു, നെഞ്ചുവേദന വല്ലതും ഉണ്ടോ? കളിയാക്കി പറഞ്ഞതാണ്, കാരണം അടിപൊളി ഹാർട്ട് സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുകയല്ലേ. അപ്പൊ ഫാദർ പറഞ്ഞു, പൊടി കിടന്നു, നെഞ്ചുവേദന ഒന്നുമില്ല, ഇത് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഒരു വെപ്രാളം വന്നതാണ്. അപ്പോഴമ്മ പറഞ്ഞല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഹല്ലേലൂയ സ്തോത്രം എല്ലാം പറഞ്ഞ് ഒടുവിൽ ആമേനും നമ്മളെക്കാളെല്ലാം ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞിട്ട് മുഖം ഇങ്ങനെ എന്റെ കയ്യിലോട്ട് ഇങ്ങനെ ചായഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ, ഇത്രയും ഒച്ചത്തിൽ ആമേനും പറഞ്ഞ് അടുത്ത സെക്കൻഡ് ഉറങ്ങിയോ എന്ന് നോക്കിയപ്പോ അത് ഉറങ്ങിയതല്ല, കർത്താവിന്റെ സന്നിധിയിൽ എത്തിയതായിരുന്നു. എന്റെ ഫാദർ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളെ വിട്ടുപോയി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് ഞാൻ എത്ര തകർന്നു കാണുമല്ലേ. പക്ഷെ എന്നെ ആ സമയത്ത് നിലനിർത്തിയത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം എന്താണെന്നറിയാമോ? ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ, ദൈവഭക്തന്മാർ യേശു കർത്താവ് രണ്ടാമത് വരുമ്പം ആദ്യം ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് മരണം വഴിയായി നഷ്ടപ്പെട്ടവരെല്ലാം നമുക്ക് ദൈവമക്കളെ മടക്കി കിട്ടും, തിരികെ ലഭിക്കും എന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഇതുപോലെ ഈ ഭാഗ്യകരമായ പ്രത്യാശ നേടാൻ കഴിയാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി അത് നേടിയെടുക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.